ഹായ് ഹലോ അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? ഫോൺ വോയിസ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോയൊക്കെ ഇട്ടിട്ട് കുറച്ചായി. കുറേ കാരണങ്ങളുണ്ടായിരുന്നു, മരണങ്ങളുണ്ടായിരുന്നു, വയ്യായ്ക ഉണ്ടായിരുന്നു, പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ അതൊക്കെ ഞാൻ മൈൻഡിൽ നിന്ന് വിട്ടു കേട്ടോ. ഇന്ന് ഞാൻ ഒരു തക്കാളി അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ത് കിട്ടിയാലും അച്ചാർ ഉണ്ടാക്കി നോക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എരിവ് നല്ലോണം കഴിക്കുകയും ചെയ്യും ഞങ്ങൾ. ഞാൻ പച്ചമുന്തിരി ഇല്ല, പച്ചമുന്തിരി നമ്മൾ പഴുത്ത് വാങ്ങും, അത് മധുരം കുറവുള്ളത് വാങ്ങിയത് ഞാനെടുത്ത് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ അച്ചാറിനോട് ഒരുപാട് ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ചോറ് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ചിലവാകണമെങ്കിൽ ടേസ്റ്റുള്ള എന്തെങ്കിലും വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ മടിയും സമയവും ഇല്ല. അപ്പോൾ തക്കാളി കൊണ്ട് എന്തുണ്ടാക്കാം എന്നാലോചിച്ച്, തക്കാളി കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ തക്കാളി അച്ചാറിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു 3 തക്കാളി എടുത്തു, അതരിഞ്ഞു, അത് പച്ചമുളക് എടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ മടിയായിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ തോലോടൊക്കെ കഴുകി ചതച്ചതാട്ടോ. ചതക്കുമ്പോൾ നമുക്ക് തോല് പെട്ടെന്ന് കിട്ടുമല്ലോ, അങ്ങനെ കുറച്ചെടുത്തു. പിന്നെ കുറച്ച് അച്ചാർ പൊടി ഉണ്ടായിരുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി കുപ്പി അവസാനമാണ് കഴുകാനായിട്ടുണ്ട്, പിന്നെ ഉപ്പും, പിന്നെ പച്ചമുളകും അച്ചാർ പൊടി ഇടുന്നതുകൊണ്ട് ഞാനിതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും, അച്ചാർപ്പൊടി തന്നെ അത്യാവശ്യം എരിവുള്ളതാണല്ലോ. അപ്പോൾ ഇതാ നമ്മളെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറാണല്ലോ, അപ്പോൾ എന്തായാലും എണ്ണയിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇതാ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. പച്ചമുളക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ആയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നാവും, നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ തക്കാളി ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയെടുക്കാൻ പോയപ്പോഴത്തേനും പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ ആദ്യം കൊടുത്തിട്ടായിരുന്നു പിന്നെ ഇത് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത് അതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി രണ്ടാമത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി രണ്ടാമത് ഞാൻ എൻ്റെ ക്ലിനിക്കിലിരുന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അതിൻ്റെ അപ്പുറത്ത് ചെയ്യാത്ത ഫോണിൽ കാണുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. അത് ടൗണിലായതുകൊണ്ടാണ്. അപ്പോൾ സൗണ്ട് കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കമൻറ്റൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുവിധം വെളുത്തുള്ളി നന്നായിട്ട് ആയിട്ടുണ്ട്. തക്കാളി ഇട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാം അച്ചാറുണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അച്ചാർ എണ്ണയിൽ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർക്കാറുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് അച്ചാറും മീൻ അച്ചാറിലൊന്നും ചേർക്കാറില്ല. ബാക്കി ഒരുവിധം അച്ചാറുകളിലൊക്കെ ഞാൻ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറിൽ കുറച്ച് പഞ്ചസാര ചേർക്കാറുണ്ട്, ഇതിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് ഇനി ഞാൻ അടച്ച് വെക്കുകയാണ്. പഞ്ചസാര പിന്നെ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞിട്ടാണ് ഞാനിടുന്നത്. തീ നല്ലോണം കുറച്ചാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നത്. 5 മിനിറ്റ് അത്യാവശ്യം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇതിലും അധികം ആവേണ്ട, അത്ര ആയാൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തക്കാളിക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തല്ലോ. അപ്പോൾ പഞ്ചസാരയും അച്ചാർപ്പൊടി മഞ്ഞൾപ്പൊടി അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ അച്ചാറാണല്ലോ, നമ്മൾ സുർക്ക ചേർക്കുമല്ലോ അല്ലേ, അപ്പോൾ സുർക്കയും അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അച്ചാറും ചേർക്കുന്നത് അത് എളുപ്പപ്പണിയിൽ ചെയ്യുന്നതാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ.
വേറെ കറിവേപ്പിലൊക്കെ പറിച്ച് വെച്ചതില്ലായിരുന്നു, രാത്രിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കറിവേപ്പിലൊന്നും പോയി പറിച്ചെടുക്കാനുള്ളൊരിതില്ലാത്തത്. പകലാണെങ്കിൽ ഞാൻ എന്തായാലും കറിവേപ്പിലൊക്കെ ചേർക്കുമായിരുന്നു. അപ്പോൾ ഈ അച്ചാർ പൊടി എന്ന് പറഞ്ഞ പാക്കറ്റ് അവസാനം കേട്ടോ. ഇതിലിട്ട ഈ സ്പൂണിന് ഒരു 1.5 സ്പൂണ് ഓളം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ഇടുക. ചിലർക്ക് നന്നായിട്ട് എരിവ് വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയാവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അത് 3 തക്കാളിയല്ലേ ഉള്ളൂ. അപ്പോൾ എരിവ് അത്രയും വേണ്ടാത്തവർ ഇത്ര ചേർക്കണ്ട, 1 സ്പൂണ് മതിയാവും അച്ചാർ പൊടി. പിന്നെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, ആ ഒരു ധൈര്യത്തിലാണ് ഇതിൽ അച്ചാർ പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് നോക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ലാസ്റ്റ് ഒരു ഇതിലെടുത്ത് കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തുകൊണ്ട് മുന്നേ ഇത് ഉണ്ടാക്കി നോക്കിയില്ല എന്നൊന്ന് തോന്നിപ്പോയിട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇതിടുന്നതിന് മുന്നേ വെറുതെ പിന്നെ ടൊമാറ്റോ പിക്കിൾ അടിച്ച് നോക്കിയപ്പം ഒരുപാട് റെസിപ്പീസ് കണ്ടു. ഞാനതൊന്നും നോക്കിയില്ല. പെട്ടെന്ന് ഇതുവരെ ഞാൻ ടൊമാറ്റോ പിക്കിൾ കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ എനിക്കൊരു ഐഡിയയിൽ തോന്നി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതാ പഞ്ചസാര ഞാൻ എത്രയായിട്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. അത് കുറച്ചായതുകൊണ്ട് കുറച്ചധികം തോന്നുന്നതാണ്. 1/2 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിലധികം ഇടണ്ട. അപ്പോൾ അധികം പഞ്ചസാര ആയാലും ഒരു ഇതുണ്ടാവും, തക്കാളിയല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞു, കുറച്ച് അധികമായി എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലെനിക്ക് അഭിപ്രായം പറയുന്നത് ഇതെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രണ്ടാമത് വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇത്രയൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ക്ഷമിക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ട് വരാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിൽ തന്നെ റെസിപ്പി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഇത് എടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ചൂടോടെയായിട്ട് എൻ്റെ വിരൽ ചെറുങ്ങനെ ഒന്ന് പൊള്ളി. ഇത് ശരിക്കും നമ്മൾ ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചൂട് കുറച്ചൊന്ന് ആറിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി അച്ചാറിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളാണ് എല്ലാവരുടെയും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒന്നുമില്ലാത്തപ്പം ഉള്ളത് ഞാൻ ചൂടോടെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. വിരൽ ചെറുതായിട്ടൊന്ന് ചൂടായിപ്പോയി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.